ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം വി വ്ളോഗ്സ് ഗൈസ്. അപ്പോൾ ആ സുദിനം എത്തിയിരിക്കുകയാണ്. നമ്മളുടെ കൊച്ചുണ്ടപ്രീൻ്റെ നൂല് കെട്ടാണ് ഗൈസ്. ഇന്ന് നമ്മൾ അവനെ നൂല് കെട്ടി അവൻ്റെ പേര് റിവീൽ ചെയ്യും. ഞങ്ങൾക്ക് പേരറിയാം, പക്ഷെ ഇന്ന് അവൻ്റെ ചെവിയിൽ അവൻ്റെ പേര് ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, കുട്ടി ഫങ്ഷൻ എന്നൊന്നും പറയാനില്ല, കാരണം നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫങ്ഷൻ പോലെ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് അവൻ്റെ ആദ്യത്തെ ഒരു സെലിബ്രേഷൻ ആണല്ലോ, അവൻ വന്നിട്ട് ആദ്യത്തെ സെലിബ്രേഷൻ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അശ്വിൻ ആൻഡ് വൈഫ് വരുന്നുണ്ട്, അമൽ സർ ആൻഡ് വൈഫ് വരുന്നുണ്ട്. അവർ 4 പേരാണ് നമ്മളുടെ വിശിഷ്ട അതിഥികൾ. പിന്നെ നമ്മളുടെ ഫാദർ നല്ല പുട്ടും സ്റ്റ്യൂവും കഴിച്ച് റെഡി ആവുകയാണ് നൂല് കെട്ടാൻ. ആർ യു റെഡി ഫോർ ദ നൂല് കെട്ട്? യാ. പിന്നെ നമ്മളുടെ കൊച്ചുണ്ടാപ്രീനെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, അവിടെ ഉറങ്ങുന്നുണ്ട്. ഇന്നാണല്ലോ നമ്മളുടെ ഫേസ് റിവീൽ ചെയ്യുന്നത്. നമ്മൾ ഡെലിവറി സമയത്തൊന്നും നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ ഫേസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ആ ഒരു കുഞ്ഞി മുഖം കാണിച്ചു തരാം. പിന്നെ ഇവിടെ അമ്മമ്മ ഭയങ്കര പ്രിപ്പറേഷനിലാണ്. അമ്മമ്മ ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. അമ്മമ്മ ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് സുന്ദരിമാരൊക്കെ ആയിട്ട് വരും. ഞാനും ഇങ്ങനെ ആവത്തില്ല. ഞാൻ മറ്റേ തൃശ്ശൂർ പൂരത്തില് വെടിക്കെട്ട് നടന്ന പോലെ ഉണ്ട് എൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, സോ അമ്മമ്മേന്റെ വകയാണ് ഇന്നത്തെ സദ്യ ഗൈസ്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വെൽ ഡൺ. അപ്പൊ അവസാനത്തെ പായസം പ്രിപ്പറേഷനാണ്. അപ്പൊ സദ്യക്ക് എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇനിയിപ്പോ അവസാന ഘട്ട പ്രിപ്പറേഷനിലാണ്. രാവിലെ എണീറ്റു. ഇനി ഞാൻ പോയി ഫ്രഷ് ആവാൻ പോവുകയാണ്. ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും വരുമ്പോൾ ഇനി കാണാല്ലേ, അല്ലാതെ ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ നൂലുകെട്ട് വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം ഗൈസ്. നമ്മളുടെ ആൾക്കാർ വിശിഷ്ട അതിഥികൾ ഷോണ, അമൽ സാർ, അശ്വിൻ സാർ, ധന്യ മാഡം എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളുടെ അച്ഛൻ റെഡി. രാവിലെ തന്നെ നമ്മളുടെ കുട്ടപ്പനെ നമ്മൾ കുട്ടപ്പനാക്കിയിട്ടുണ്ടായിരുന്നു, കുളിപ്പിച്ചൊക്കെ സെറ്റാക്കിയായിരുന്നു. പിന്നെ എല്ലാവരും വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ മുണ്ടൊക്കെ ചുറ്റി അവനെ കുട്ടപ്പനാക്കി എടുത്തത്. ഇത് ഗുരുവായൂരിൽ നമ്മൾ നേരത്തെ വാങ്ങിച്ചൊരു കുട്ടി വെൽക്രോ മുണ്ടാണ് കേട്ടോ. ആൻഡ് ഇതാണ് നമ്മളുടെ ഫങ്ഷൻ. നമ്മുടെ വീട്ടിൽ തന്നെയാണ് നടത്തുന്നത്. പിന്നെ ഇത് ഭയങ്കര ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. ഇത് ഭയങ്കര ട്രഡീഷണലായിട്ട് നടത്തുന്ന ഒരു സംഭവമല്ല. നമുക്ക് ഇവിടെ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിമിതികൾ ഉൾക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ കുട്ടന് വേണ്ടി, കുട്ടൻ എന്ന് പറയുമ്പോൾ 2 കുട്ടന്മാരായി. ഇപ്പോൾ ശ്രീകുട്ടനല്ല, നമ്മുടെ ബേബി കുട്ടൻ വളർന്ന് വലുതായി. അവൻ ടി വിയിലൊക്കെ വെച്ച് അവന് കാണാൻ പറ്റുമല്ലോ അവൻ്റെ നൂലുകെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി മാത്രം നടത്തിയൊരു ഫങ്ഷനാണ്. പിന്നെ ഞങ്ങളുടെ ടോം ആൻഡ് ജെറി അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. എനിവേയ്സ്, വിളക്കൊക്കെ കൊളുത്തി. ഇനി അവൻ്റെ എന്താ പറയുക, അരയിൽ നൂല് കെട്ടുന്നു, നോർമലായിട്ടുള്ള ചടങ്ങ്. അപ്പോൾ ആദ്യം ഞാൻ മറ്റേ ചന്ദനം, പിന്നെ കുഞ്ഞൊരു നമ്മളുടെ കൺമഷി കൊണ്ടൊരു കുഞ്ഞിപ്പൊട്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് അച്ഛൻ അവൻ്റെ നൂല് കെട്ടുന്നു, കരിവള ഇടുന്നു. അങ്ങനത്തെ കുറച്ച് സംഭവമാണ് ഇനി കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ആ ചന്ദനവും നെറ്റിയിൽ ആ പൊട്ടൊക്കെ തൊട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, പുരികൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. കയ്യിൽ കിട്ടിയിട്ട് 28 ദിവസം കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആൾക്ക് 1 മാസം കഴിഞ്ഞു എന്ന് പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര പെട്ടെന്നാണ് സമയം പോണല്ലേ. എനിവേയ്സ്, നൂല് കെട്ടുന്നു. അതുവരെ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു.
പിന്നെ ആളെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആക്കി. ഞങ്ങളെല്ലാവരും കൂടി അവൻ്റെ അരയിൽ കെട്ടലും ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ആൾ കാറി കൂകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ, അത്ര വലിയ ബഹളക്കാരനല്ല. അപ്പോൾ കരിവളയും ചരടും ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇനി അടുത്ത അംഗം വെട്ടുന്നത് നമ്മൾ ഗോൾഡ് ഇടുക എന്നുള്ളൊരു ചടങ്ങുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സ് പോലെ കേട്ടോ. അതായത് നമ്മളുടെ ബേബിക്ക് നമ്മൾ ഫസ്റ്റായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാനല്ലേ നോക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ട്രഡീഷനിൽ ഈ ഗോൾഡ് ബാംഗിൾസ് ഇടുക അല്ലെങ്കിൽ മാല ഇടുക, അരഞ്ഞാണം കെട്ടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. നമ്മളുടെ ബേബിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ അതിന് ഇത്ര തന്നെ വേണം എന്നൊന്നും ഉണ്ടാവത്തില്ല. എനിവേസ് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ അവന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അമ്മമ്മേൻ്റെ വകയൊക്കെ, അമ്മമ്മയും മുത്തശ്ശൻ്റെ വകയൊക്കെ ഉണ്ട്. പിന്നെ അത് ഗോൾഡ് അല്ലാതെയും കുറേ ക്ലോത്ത്സും അവനുള്ള ഉടുപ്പുകളൊക്കെ ആയിട്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്തത് ഉണ്ട് കേട്ടോ. അത് ഞാൻ അവസാനം പറയുന്നുണ്ട്. എനിവേസ് അശ്വിനും വൈഫിൻ്റെ വക ഒരു കുട്ടി ബാങ്കിൾ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, സ്വർണത്തിനൊക്കെ എന്താ വില. എനിവേസ് ബാങ്കിളാണ്, ഒരു ഗോൾഡ് ബാങ്കിളാണ് ഗിഫ്റ്റ് ചെയ്തത്. ഇത് കൂടാതെ ലിൻറ്റു നമുക്ക് ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമലും വൈഫും നമുക്ക് ഇതിൻ്റെ മുന്നേ ഒരു ബെഡും അവന് കളിക്കാനുള്ള കുറേ കാര്യങ്ങളും ക്ലോത്ത്സൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പേര് പറയൂ? ഞാൻ പറയാം, നീ ഉറക്കി പറയണേ. ഞങ്ങളുടെ പേരാണ് രുദ്രാൻഷ് വൈഭവ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി രുദ്രാൻഷ് വൈഭവ്. ഒഫീഷ്യലി രുദ്രാൻഷ് വൈഭവ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. രുദ്ര എന്നാണ് വിളിക്കുക. സോ ആ അംഗം വെട്ടിൻ്റെ ശേഷം ആളൊന്ന് നല്ല രീതിയിൽ ഉറങ്ങുക കേട്ടോ. എനിവേസ് നിങ്ങൾക്ക് പേരൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി നമ്മളുടെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ ഉണ്ണലാണ്. സോ നമുക്ക് എല്ലാതരം കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഭീകരമായിട്ടല്ല, എന്നാലും ഉപ്പേരി, തോരൻ, അവിയൽ, സാമ്പാർ, പുളിയിഞ്ചി, അച്ചാർ, പായസം, ഓലൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇനി സദ്യ ഉണ്ടിട്ട് കാണാം.
അങ്ങനെ നമ്മളുടെ വളകാപ്പ് ചോറൂണല്ലേ നൂലുകെട്ടിന്റെ എല്ലാം സമാപ്തിയായിരിക്കുന്നു ഗൈസ്. ഇനി നല്ലൊരു സദ്യ. ഇവിടെ സദ്യക്ക് അവിയലുണ്ട്, ലോലനുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, ചോറുണ്ട്, സാമ്പാറുണ്ട്, കൊണ്ടാട്ടമുണ്ട്, പപ്പടമുണ്ട്, പായസമുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരുമാതിരി കൂറ വേഷത്തിലും ഇരിക്കുന്നുണ്ട്. കാരണം സാരിയൊക്കെ മാറ്റി. പിന്നെ ബാക്കിൽ കണ്ടോ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന കുറെ ജനങ്ങൾ, സദ്യ കഴിച്ച് കിറങ്ങിയിരിക്കുന്ന അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സദ്യ കഴിക്കാം. അപ്പം എല്ലാം ഭംഗിയായി, എല്ലാം നടന്നു. കുഞ്ഞുമണിക്ക് നമ്മൾ പേരിട്ടത് നിങ്ങൾ കേട്ടോ? രുദ്രാൻഷ് വൈഭവ് എന്നാണ് നമ്മൾ കുഞ്ഞുമണിക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞിൻ്റെ മുഖം നിങ്ങൾ കണ്ടു കാണും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞാൻ സദ്യ ഉണ്ടിട്ട് ബാക്കി വൈൻഡപ്പ് പറയാം. ഓക്കെ, ഇത് അശ്വിൻ ആൻഡ് ധന്യൻ്റെ വകയുള്ള അടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. രുദ്രാൻഷ് വൈഭവ് എന്ന് എഴുതിയ ഒരു വലിയ ഫ്രെയിമാണ്. അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, വെയ്റ്റ്, ഹോസ്പിറ്റൽ, ടൈം, ഹൈറ്റ്, ബ്ലഡ് ഗ്രൂപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ ഫോട്ടോ ഫ്രെയിം. താങ്ക് യു ഗൈസ്, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പ്രൗഡ് പേരൻസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേരും ഉണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾ ഈ നമ്മളുടെ നൂലുകെട്ടിൻ്റെ വ്ളോഗ് കണ്ടു കാണുമല്ലോ. ആഹാ, അവിടെ ശബ്ദം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിവേസ്, ഇതിൻ്റെ എൻഡ് ഞാൻ ആ ദിവസം അല്ല കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ നൂലുകെട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ കൺക്ലൂഷൻ. കാരണം അന്നത്തെ ദിവസം ലാസ്റ്റിൽ ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. ഇവിടെ ഒരു ബഹളമായിരുന്നു. സംഭവം കുറച്ച് പേര്, ഞങ്ങൾ 4-5 പേര് ഉണ്ടായിരുന്നില്ലെങ്കിലും ഭയങ്കര ബഹളവും ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ വ്ളോഗിൻ്റെ എൻഡ് ഒന്നും എടുക്കാൻ എനിക്ക് കിളി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, അശ്വിനും വൈഫും അമലും വൈഫൊക്കെ വന്ന് നമ്മളുടെ പരിപാടിയൊക്കെ കുറച്ചും കൂടി കൊഴുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ ഞാനും അമ്മയും ശ്രീകുട്ടനും മാത്രമായേനെ. അപ്പോൾ അവർ വന്നതിന് അവരോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും അവർ വന്ന് എല്ലാം ഹാപ്പിയായി എൻഡ് ചെയ്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, 1 മാസം കഴിഞ്ഞു. അതായത് ഇന്നത്തേക്ക് എനിക്കൊന്ന് 33 ഡേയ്സൊക്കെ ആയി. എത്ര പെട്ടെന്നാണ്, 33 അല്ല അല്ലേ? 33 ഡേയ്സൊക്കെ ആയി. പെട്ടെന്ന് തന്നെ സമയം പോയി. പിന്നെ എന്താ പറയാനുള്ളത് ഈ വ്ളോഗിൽ പിന്നെ പറയാനുള്ളത്, നമുക്ക് കുഞ്ഞുമണിക്ക്, അതായത് ബേബീൻ്റെ പേര് നിങ്ങൾ കണ്ടു കാണുമല്ലോ. രുദ്രാൻഷ് വൈഭവ് എന്നാണ് നമ്മൾ ബേബിക്ക് പേരിട്ടിരിക്കുന്നത്. ഈ പേരിൻ്റെ ഡീറ്റെയിൽസ് എന്നല്ല, ഈ പേരിനെ കുറിച്ച് കുറച്ചും കൂടി ഞാൻ വേറെ വല്ല വ്ളോഗിലൊക്കെ ഈ പേരിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള സംഭവങ്ങളൊക്കെ പറയാം. സോ നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്കും ശ്രീകുട്ടനും ഇഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പേരാണ്. അപ്പോൾ നമുക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ രുദ്രാൻഷ് വൈഭവ് എന്നാണ് നമ്മുടെ ബേബിക്കുട്ടൻ്റെ നെയിം. വീട്ടിലെന്ത് വിളിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പലതും വിളിക്കും. ചുച്ചു പിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വിളിക്കും. പക്ഷെ രുദ്ര എന്നാണ് മെയിനായിട്ട് വിളിക്കുന്നത്. അവിടുന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, താഴെ ആടെ കിടത്തിയേക്കാണ്. അപ്പം രുദ്രാൻഷ് വൈഭവ് എന്നാണ് പേര്. പിന്നെ രുദ്രാൻഷിന് ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഗിഫ്റ്റ് കിട്ടുമോയെന്ന്. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് ഞാനും ശ്രീകുട്ടൻ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമുക്കുണ്ടായിരുന്നു ഇങ്ങനെ 28 പിറന്നാളോ അല്ലെങ്കിൽ നൂലുകെട്ട് നടത്തണം. പിന്നെ നമുക്കൊരു ഫങ്ഷൻ പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ ചരടും വളയും ഒക്കെ ഇടണത്. അപ്പോൾ അത് ഒരാളിവിടെ കരഞ്ഞു. അപ്പം ഞാൻ ആളെ കയ്യിലെടുത്തതാണ്. എനിവേസ്, അപ്പം നൂലുകെട്ട് എന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് ഞാനും ശ്രീകുട്ടനും ഫസ്റ്റ് ഇവന് വേണ്ടി വാങ്ങിച്ചൊരു സംഭവമാണ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭീകരമായ സ്വർണ്ണമൊന്നുമല്ല. എന്നാലും ഈ നൂലുകെട്ടിന് നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നാട്ടിലല്ല എന്ന് വിചാരിച്ച് നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പം ഞാനും ശ്രീകുട്ടനും ഭീമേന്ന് അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വള, തള, മാല എന്നൊക്കെ സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടൻ്റെ ചേച്ചീൻ്റെ വക ഒരു സെറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതായത് കുറേ ഡ്രസ്സസും മിറ്റൻ, സോക്സ്, തൊപ്പി, കോണകം, അങ്ങനത്തെ കുറേ ക്ലോത്ത് ഐറ്റംസ്. പിന്നെ അവന് ഈ നെറ്റുള്ള ബെഡ്,
അങ്ങനത്തെ കുറേ ഒരു പാക്കേജ് പോലെ ഉണ്ടായിരുന്നു ചേച്ചീൻ്റെ വക. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവന് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ എന്തായിരുന്നു, പിന്നെ നമ്മുടെ ടീന ചേച്ചി വക ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നാട്ടിലുണ്ടാവില്ല എന്നുള്ള ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ടീന ചേച്ചീൻ്റെ വക ഡ്രസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെയാണ് നമ്മൾ ശ്രീകുട്ടൻ്റെ അമ്മ, അതായത് നമ്മളുടെ അച്ഛമ്മയുടെ വക ഡ്രസ്സസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഇതിൻ്റെ ഇടയ്ക്ക് സർപ്രൈസ് ആയിട്ട് പോയിട്ട് ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി അമ്മയ്ക്ക് വിസ ശരിയായിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മൂഞ്ചി അവസ്ഥയിലായിരുന്നല്ലോ. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനമായപ്പോൾ ഉണ്ട് പതുക്കെ വന്നിട്ട് നമുക്ക് ഗോൾഡൊക്കെ തന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ വരവുണ്ടാവില്ലല്ലോ, അപ്പോൾ ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് അച്ഛമ്മയല്ലല്ലോ അമ്മമ്മയും മുത്തശ്ശൻ്റെ വക ഗോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം അശ്വിനും വൈഫും ഗോൾഡ് ബാങ്കിൾ കൊണ്ടുതന്നു. പിന്നെ ലിൻഡുവിൻ്റെ വക ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അമലും വൈഫും അമൽ സാറിൻ്റെ വക ആദ്യം ഒരു വലിയൊരു ബെഡ് കണ്ടോ, അവൻ അതിൽ നിന്നാണ് ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അവൻ കിടക്കണം ബെഡ് അമൽ സാറും വൈഫും കൊണ്ടു തന്നു. ഷോണ വൈഫ് എന്ന് പറയണ്ട, ഷോണ കൊണ്ടുവന്നു. പിന്നെ നൂലുകെട്ടിന് വന്നപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നു. പിന്നെ ഞാൻ ആരും വിട്ടുപോയിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഈ ചിടുങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ലാസ്റ്റിൽ ഞാൻ കാണിച്ച നമ്മളുടെ എന്താണ് അതിന് പറയുക, ഫോട്ടോ ഫ്രെയിം നല്ല രസമുണ്ടായിരുന്നു, അവൻ്റെ പേരൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതും അശ്വിനും വൈഫും കേട്ടോ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ ഗിഫ്റ്റുകളും ഒക്കെ ആയി, നൂലുകെട്ടും ചടങ്ങൊക്കെ അടിപൊളിയായി നടന്നു. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്, രുദ്രാംശ് വൈഭവും ഹാപ്പിയാണ്. ഇനി വരുന്ന വ്ളോഗ്സിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഓരോ ദിവസം തീർന്നു പോണത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ശ്രീകുട്ടന് ഓഫീസ് പോകണമെന്നില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യണമെന്നില്ല, ഇവനെ കളിപ്പിച്ചിരിക്കാനാണ് ഞങ്ങളുടെ വേഗ വിനോദം. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കണു. പക്ഷേ ഇനി മുന്നോട്ടും വ്ളോഗ്സ് വരുന്നതായിരിക്കും, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വ്ളോഗ്സ് ഇടുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.